السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. والقرآن الحكيم എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഇന്നലെ നടത്തിയത്. അതിലൊരൽപ്പം കൂടെ ചേർത്ത് ഇന്നക ലമിനൽ മുർസലീൻ എന്നത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഓരോ മനുഷ്യരുടെയും എല്ലാ രോഗങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനൊക്കെ വ്യക്തമായ ഫലപ്രദമായ മരുന്ന് കൊടുക്കാൻ ശേഷിയുള്ള ആശയ ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. യാസീൻ വിശുദ്ധ ഖുർആന്റെ ഒരു രീതി അതാണ്. അതിൽ മറ്റൊരു വ്യാഖ്യാനമാണ് വൽ ഖുർആനിൽ ഹക്കീം. ഹക്കീം അതിന് വരുന്നതാണ് ഹിക്മത്ത്, അതിന് വരുന്നതാണ് ഹാക്കിം. ഇതെല്ലാമാണ് ഖുർആൻ. ധാരാളം തത്വജ്ഞാനങ്ങൾ അടങ്ങിയ അത്ഭുതകരമായ ഗ്രന്ഥമാണ് ഖുർആൻ. അത് തന്നെയാണ് സത്യം. അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ എന്ന ഇൽമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ ഇൽമിനെ കുറിച്ച് ഹിക്മത്ത് എന്നാണ് പറഞ്ഞത്. എല്ലാ ഹിക്മത്തുകളും ദീനിയായ ഇൽമിലാണുള്ളത്. മറ്റുള്ളൊക്കെ കുറെ ശാസ്ത്രീയ അനുമാനങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ഉറപ്പുള്ളതുപോലെ ഈ ലോകത്ത് വേറെ ഏത് കാര്യം ഉറപ്പുള്ളത്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അനുമാനങ്ങളാണ്. വേറൊരു സയന്റിസ്റ്റ് വന്നിട്ട് നിലവിലുള്ള കാര്യത്തെ തിരുത്തിയാൽ അന്നത്തെ ശാസ്ത്രം അതാണ്. അതന്നെയാണ് ശാസ്ത്രത്തിന്റെ തീരുമാനം. ശാസ്ത്രത്തിന്റെ അന്ത്യവാക്ക് അവസാനത്തെ ശാസ്ത്രജ്ഞന്റെ അരികിലാണ് എന്നുള്ളതാണ്. അതൊക്കെ അനുമാനങ്ങളാണ്. നമ്മുടെ അഖീദയുടെ എല്ലാ കാര്യങ്ങളും ദാർഢ്യമാണ്, അനുമാനങ്ങളല്ല. അത് മാറ്റാവതല്ല. അത് മീറ്റിംഗ് കൂടിയിട്ട് മാറ്റാൻ പറ്റുന്നതുമല്ല. ധാരാളം യഖീനിന് സഹായകമാകുന്ന ആത്മാവിന്റെ മേൽ നിയന്ത്രണശേഷിയുള്ള തത്വജ്ഞാനങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ച വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ധാരാളം തത്വങ്ങളാണ്. ചിലത് വ്യക്തമായിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. എന്നാൽ വ്യംഗ്യമായിട്ടുള്ള കുറെ ഉണ്ട്. അതിലാണ് ഈ ശാഖാപരമായ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. സ്വഹാബാക്കളെ കാലത്തുണ്ടായിരുന്നു. വൽ മുത്തല്ലഖാത്തു യത്രബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. ഒരു ഉദാഹരണം പറയുന്നത് ഖുർആനിലെ ഒരു ആയത്താണ്. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് 3 ഖുർആ കാത്തിരിക്കണം എന്നാണ്. ഈ ഖുർആ എന്ന് പറഞ്ഞാൽ മെൻസസിനും പറയും, മെൻസസിന്റെ ഇടയിലുള്ള ശുദ്ധിക്കും പറയും. രണ്ടിനും പറയുന്ന വാക്കാണ് ഖുർആ. ഈ അടിസ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തലാഖില്ലപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ 3 മെൻസസിന്റെ സമയമാണെന്ന് പറഞ്ഞു. എന്നാ അവരുടെ മോളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ സഹധർമ്മിണിയാണ്. ഓല് പറഞ്ഞു, വാപ്പ പറഞ്ഞല്ല, അത് 3 മെൻസസിന്റെ സമയമില്ല, 3 മെൻസസിന്റെ ശുദ്ധിയും കഴിയണം, അതാണ് അതിന്റെ അർത്ഥം. രണ്ടഭിപ്രായം. എന്നാ രണ്ടാളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്നുണ്ടോ? ഉണ്ട്. ഇത് നേരത്തെ ഉള്ളതാണ്. ഇത് പറയാൻ ഇപ്പൊ പറയാൻ ആളുകൾ ചോദിക്കും, നിങ്ങൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ നോക്കും. ഇത് നേരത്തെ ഉള്ള സംഗതിയാണ്, പുതിയ കാര്യമൊന്നുമല്ലേ. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം അത് ചിലത് അല്ലാഹു തആല അങ്ങനെയാണ് പറഞ്ഞത്. ഒന്നായി പറയേണ്ടത് ഒന്നായി പറഞ്ഞു. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി, അതിലൊന്നും മദ്ഹബില്ലല്ലോ. എല്ലാ മദ്ഹബിലും തന്നെയല്ലേ. ഏതെങ്കിലും മദ്ഹബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അലിയും റസൂലുള്ളാഹി ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാ മതവിലും അങ്ങനെ. 5 വക്ത് നിസ്കാരം എല്ലാ മതവിലും 5 വക്താണ്. ഒരു മതവിൽ 4 വക്ത് എന്നുണ്ടോ? ഇല്ലല്ലോ. കള്ളുടി ആറാമാണ്, എല്ലാ മതവിലും അങ്ങനെയാണ്. വ്യഭിചാരം ആറാമാണ്, എല്ലാ മതവിലും അങ്ങനെ തന്നെയാണ്. ഉമ്മാനനുസരിക്കണം. അബൂ ഹനീഫ റളിയല്ലാഹു കയ്യിലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓല് പറഞ്ഞ വാപ്പാനനുസരിച്ചാൽ മതി എന്നുണ്ടോ? ഇല്ല. എല്ലാ മതവിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒന്നെടുക്കുമ്പോ തലടവണം, അതിൽ വ്യത്യാസമുണ്ട്. കാരണം അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ തല തടവിക്കോളി എന്ന എത്രയെന്നുള്ള കണക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ ചില ഇമാമിങ്ങൾ പറഞ്ഞു തല തടവാനല്ല പറഞ്ഞു, അപ്പൊ ചെറുതായിട്ട് തടയാൻ മതി. ഷാഫിമ അവിടെ പിടിച്ചത്. എന്നാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞു തടവാൻ പറഞ്ഞാൽ പിന്നെ ചെറുതൊന്നും പോരാ, തടവിന്ന് പറയാൻ കുറച്ച് കൂടുതലാണ് തടവണം. അപ്പൊ അങ്ങനെ ഒരു വാദം. അപ്പൊ അഹമ്മദ് നമ്പൽ പറഞ്ഞു തടവാൻ പറഞ്ഞ നോക്കിക്കോ ഫുള്ളായിട്ടാണ് തടവാൻ.
കണ്ടോ, ഒക്കെ വ്യത്യസ്ത, ഒക്കെ അള്ളാഹു ഉദ്ദേശിച്ചാണ്. ഇതിനേക്കാളൊക്കെ വലിയ രസം അതിന്റെ മുമ്പ് ഉണ്ടായിരിക്കണം, ഭയങ്കര രസങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ രസം പറഞ്ഞല്ല, അന്നത്തെ കാലത്ത് സംഭവിച്ച ഒരാള് അയാളെ ഭാര്യനോട് പറഞ്ഞു, ദേഷ്യം മുടിച്ചിട്ടില്ല പല പറച്ചിലും. ദേഷ്യം മുടിച്ചിട്ട് ഭാര്യനെ നോക്കിയിട്ട് എന്റെ തൊലാക്കല്ലി എന്ന് പറഞ്ഞാലും തൊലാക്ക് സംഭവിക്കട്ടോ, അത് പറയരുത്. ഞാനൊരു പ്രാവശ്യം ഒരു കല്യാണ പേരി പോയപ്പോ എന്റെ നേരെ അനുഭവമാണ്. അതുകൊണ്ട് കയറുന്നതിന് മുമ്പ് ഗേറ്റിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നോടൊരു സംശയം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനും എന്റെ പെണ്ണുങ്ങളും കൂടി ഇന്നലെ എന്തോ വഴക്ക് കൂടിയ സമയത്ത്, പുതിയ കല്യാണം കഴിഞ്ഞാൽ 1 മാസം കൂടി ആയിട്ടില്ല. അപ്പൊ ഓൾ എന്നോട് വെറുതെ ഇങ്ങനെ പറഞ്ഞു, എന്നാ എന്റെ വിവാഹിക്കളി എന്ന് പറഞ്ഞപ്പോ എന്റെ 3 തൊലാക്കും ചൊല്ലി എന്ന് പറഞ്ഞു. എന്നിട്ട് 2 ഒപ്പാണ് കല്യാണത്തിന് വന്നിരിക്കണം. ആകെ പ്രശ്നമായില്ലേ, എന്താ ചെയ്യാ? പുതിയ പെണ്ണാണ്, പുതിയ ആണാണോ, പുതിയാപ്പളെ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചിലരോ നിങ്ങള് എന്തെങ്കിലുമൊക്കെ ഒന്ന് ലെവലാക്കി തരുന്നത്, നമ്മളെ കടലല്ല ഇത്, നമുക്ക് ഇഷ്ടമുള്ള പോയിഞ്ഞു കൊടുക്കാന്, ഉള്ളായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലാണ്. ഒരാള് ദേഷ്യം പിടിച്ചിട്ട് പെണ്ണുങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അന്നെ ഞാൻ ഹീനിൽ തൊടൂല. ഹീൻ അന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യാപകമായ വാക്കാണ് ഹീൻ. അത് ഖുർആനിലുണ്ട്, ഹീൻ. ദേഷ്യം പിടിച്ച് പറഞ്ഞാണ്. പിന്നെ ഇയാൾക്ക് തോന്നി എപ്പോഴപ്പം ഞാൻ തൊടുകയെന്ന്. അങ്ങനെയാണല്ലോ. അയാള് നേരെ പോയിട്ട് മസ്അല വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട്, ഇതാണ് പഠിച്ചാൽ ഈ വിഷയത്തിലുള്ള സംശയം തീരും. ഞാൻ എന്റെ ഭാര്യനോട് ദേഷ്യം പിടിച്ചപ്പോ ഹീനിൽ തൊടൂല എന്ന് പറഞ്ഞിരിക്കണ, എന്താ മസല എന്ന് വെച്ചു. സിദ്ദീഖ് എന്നൊരു പറഞ്ഞു, മരണം വരെ തൊടാൻ പാടില്ല. മരണം വരെ തൊടാൻ പാടില്ല, അതാണ് മസല എന്ന് പറഞ്ഞു. അയാളിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് വരുമ്പോഴാണ് ഉമർ ഖത്താബിനെ കണ്ടത്. ഖത്താബിനോട് വെച്ചു, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കണേ, എന്താ ചെയ്യാന്ന് വെച്ചു. 40 കൊല്ലത്തിന് തൊടാൻ പറ്റൂല, പിന്നെ തൊടാറ് നോക്കാണ് നിങ്ങൾ മസല മാറുന്നു. സിദ്ദീഖ് എന്നവര് പറഞ്ഞു മരണം വരെ തൊടരുത് എന്നാ. ഉമർ ഖത്താബ് പറഞ്ഞു 40 കൊല്ലം കഴിഞ്ഞാൽ തൊടാന്ന്. അപ്പൊ ഇയാളിങ്ങനെ എന്തിച്ച് 10 വയസ്സ് 60 ആയിക്കണ്, 40 കഴിഞ്ഞപ്പോ അല്ലാതെ തൊട്ടിട്ടും കാര്യമില്ല. അപ്പൊ ഏതായാലും 2 മസല അല്ല, മറ്റാളെ ഒന്ന് പോയി കണ്ടുനോക്കാം. ഉസ്മാൻ അള്ളഹാനോട് വെച്ചു. ഉസ്മാൻ അള്ളഹാൻ പറഞ്ഞു, ഇക്കൊല്ലം തൊടാൻ പറ്റൂല, അടുത്തൊല്ലം തൊടാൻ. എങ്ങനെയുണ്ട്? നമ്മളാണ് അന്ന് അടി ഉണ്ടാക്കൂലേ, എന്താ മൂല്യന്മാര് നിങ്ങൾ ഓരോന്നും ഓരോ കുന്തം പറയാ. 3-ാമത്തെ മസല ലാസ്റ്റ് അലിയാരെടുത്ത് പോയി. അലിയാർ പറഞ്ഞു, ഇന്ന് തൊടാൻ പറ്റൂല, നാളെ തൊടാൻ. ഈ എങ്ങനെയുണ്ട് റബ്ബേ? ഇത് നമ്മളെ നാട്ടിൽ ഇന്ന് നടന്ന എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഓരോ പള്ളിക്കുന്ന ഉസ്താമാരെ അടിച്ചു പുറത്താക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തോന്നിയത് പറയാ. ഇയാളാകെ ആശയക്കുഴപ്പത്തിലായി. ഇതിലിപ്പോ ഏതാ ശരി നായക്കും തോന്നി. കേസ് നേരെ ഇലാ ഹളറത്ത് റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കേട്ട്. സിദ്ദീഖ് എന്നവര് മരണം വരെ തൊടാൻ പാടില്ല, ഉമർ 40 കൊല്ലത്തിന് തൊടാൻ പാടില്ല, ഉസ്മാൻ ഇക്കൊല്ലം തൊടാൻ പറ്റില്ല, അടുത്തൊല്ലം തൊടാന്ന്. അലിയാണെങ്കിൽ നാളെ തൊട്ടുകൂടി. 4 വിളിച്ചു. ആദ്യം സിദ്ദീഖ് എന്നവരോട് വെച്ചു, അബൂബക്കറെ എന്താ നിങ്ങൾ ഈ ജീവിതം മുഴുവനും തൊടാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചു. എനിക്ക് തെളിവ് ഖുർആനാണ് മുത്തനബിയാർ. ഏതാന്ന് വെച്ചു. റസൂലുള്ളാഹിക്ക് അറിയാം, അത് പരിശീലിപ്പിക്കുകയാണ്, ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കണല്ലോ. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, യൂനുസ് നബി ഇസ്ലാമിന്റെ ഖൗമിനോട് അല്ലാഹു തആല വമത്തഅനാഹും ഇലാ ഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മരണം എന്നാണ് അർത്ഥം ആ ഹീന്. എന്റെ തെളിവാതാണ്. നിങ്ങളാണ് മാറിക്കുന്നത്. ഉമ്മർ എങ്ങളെന്തിപ്പോ ഈ 40 കൊല്ലം കഴിഞ്ഞാൽ തൊടാന്ന് പറഞ്ഞു. നമുക്ക് തെളിവ് ഖുർആനാണെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. അവിടെ ഹീന എന്നതിന് 40 കൊല്ലം എന്നല്ല ഉദ്ദേശം വെച്ച് ആന്ന് പറഞ്ഞു. എന്റെ തെളിവാതാണ്. ഞങ്ങളും കൊണ്ട് മാറിക്കുന്നത്. ഉസ്മാൻ പെന്തി ഇപ്പൊ അടുത്തൊല്ലം തൊടാറുണ്ട്. ഈത്തപ്പഴ മരത്തിനെ കുറിച്ച് ഖുർആനിൽ മുത്തനബിയെ പറഞ്ഞിട്ടുണ്ടല്ലോ, തൂത്തി ഉക്കുലഹ കുല്ല ഹീൻ. അവിടെ ഹീൻ എന്ന് പറഞ്ഞ ഒരു കൊല്ലം അല്ല അർത്ഥം എന്ന് വെച്ചാന്ന് പറഞ്ഞു. ഞാൻ അത് വെച്ച് പറഞ്ഞു. ഞങ്ങളും കൊണ്ട് മാറിക്കുന്നത് അല്ല അല്ലേ? നാളെ തൊടാറിന് ഇന്ന് പറ്റൂല, നാളെ തൊടാന്ന് എന്തിയ പെങ്ങൾ പറഞ്ഞേ. എനിക്ക് ഖുർആനാ തെളിവുന്നത്. ഓൾക്കൊക്കെ ഖുർആനിൽ ഒരു സ്ഥലത്താണ്, എനിക്ക് 4 സ്ഥലത്തുണ്ട്. എന്തെന്ന് വെച്ചാൽ നിസ്കാരത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വ ഹീന തുസ്ബിഹൂന. അതിന്റെ അവസാന ഹീന തുൽഹിറു എന്നുണ്ട്. അവിടെ 4 വട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു ദിവസം 4 അതിന്റെ അർത്ഥം. എന്റെ തെളിവാതാന്ന് പറഞ്ഞു. ഞങ്ങൾ കൊണ്ട് മാറിക്കുന്നിട്ട് പറഞ്ഞു,
അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും മുഹമ്മദ് മുസ്തഫ. എന്റെ സ്വഹാബാക്കളെല്ലാം നക്ഷത്ര തുല്യരാണ്. ആരെ പിൻപറ്റിയാലും നിങ്ങളെ രക്ഷപ്പെടും. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? പഴയ കാലത്ത് കപ്പൽ യാത്രക്കാര് ലക്ഷ്യസ്ഥാനം അറിയാൻ അവലംബിച്ചിരുന്നാണ് നക്ഷത്രം. അതിൽ ഒരു നക്ഷത്രം എന്നുള്ള കണക്കൊന്നുമില്ല. അവര് കണക്കാക്കി ഏത് നക്ഷത്രം വെച്ച് പോയാലും ലക്ഷ്യത്തിലെത്തും. അതാണ് നമ്മുടെ ശരീരത്തിന്റെ കാര്യം. എങ്ങനെയാണ്? ഇപ്പൊ ഷുഗറുള്ള ആളുകൾ ഇതിലുണ്ടാവും. എനിക്കും കുറച്ചുണ്ട്. ചില ആളുകൾ അലോപ്പതി, ചില ആളുകൾ ഹോമിയോ, ചില ആളുകൾ യുനാനി, ചില ആളുകൾ പിന്നെ ആയുർവേദിക്. നാലും ശരിയാണ്. ഞാൻ ഹോമിയോന്റെ ഒരു ഗുളികയ്ക്കുണ്ട്. ഇതിൽ അലോപ്പതിന്റെ ആളുകൾ ഉണ്ടാവും. എനിക്കിപ്പോ അവരോട് യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടാവും. അതുപോലെ ആയുർവേദിക് സ്വീകരിച്ച ആൾക്കാരുണ്ടാവും. പച്ചമരുന്നിന്റെ ആളുകൾ ഉണ്ടാവും. എന്നാ ഇപ്പൊ ഒരാൾക്ക് തോന്നുന്നു എന്നാ പിന്നെ എല്ലാതും കൂടി ഉണ്ടായിക്കോട്ടെ. അത് പറ്റില്ല. ഒരു സ്ഥലത്ത് ഉറച്ചിക്കുക. ഒരു സ്ഥലത്ത് ഉറച്ചിക്കുക. ഇതികൂടി ഇപ്പൊ ഒരുപാട് ബസ്സുണ്ട്. ഒക്കെ കോഴിക്കോട്ടേക്ക് തന്നെയാണ്. 4 ബസ് ഇങ്ങനെ മുമ്പ് ഏതെങ്കിലും ഒന്ന് കയറുക, അവിടെ എത്തും. അപ്പൊ ഒരാൾ പറയാ തല KSRTCയിലും ഉടല് മറ്റേലും ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? കണ്ടെത്തൂല. ഒന്നിലും ഉറച്ചില്ല. ഞാൻ ഉദാഹരണം പറയാം. ഇതൊക്കെ ഖുർആനിലെ സൂചനയാണ്. ഇപ്പൊ ഷാഫി ഇമാമിന് അഭിപ്രായം എന്താ വെച്ചാൽ ഒരു ആണും പെണ്ണും കൂടി കാഫിര്യങ്ങൾ ഇസ്ലാമിലേക്ക് വരുമ്പോ നിക്കാഹ് പുതുക്കണ്ട, ആ നിക്കാഹ് മതി എന്നാണ്. ഓൽക്ക് അതിന് തെളിവ് ഖുർആനാണ്. നമ്മൾ ഏറ്റവും സെറ്റ് വരെ ഖുർആൻ നോക്കിയാൽ അതിന് തെളിവ് കാണൂല. പക്ഷെ അവര് കണ്ടു. അവർക്ക് തെളിവ് തബ്ബത്ത് സൂറത്താണ്. അതിലെവിടെ പൈന് അവര് പറഞ്ഞു വംറഅത്തുഹു ഹമ്മാലത്തുൽ ഹതബ് എന്ന് ഖുർആൻ പറഞ്ഞു. അബൂലഹബിന്റെ ഭാര്യ, അവള് കാഫിറത്തല്ലേ, എന്നിട്ടും ഭാര്യ എന്ന് അല്ല പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് അവരെ കോലത്തിൽ അന്ന് എന്തെങ്കിലും ആചാരപ്രകാരം നിക്കാഹ് നടന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ മാറ്റേണ്ട കാര്യമില്ല. എന്താ തെളിവ് നോക്കുകയാണെങ്കിൽ, അവരെ ബുദ്ധി പോയ പോക്ക് നോക്കുകയാണെങ്കിൽ. ഷാഫി ഇമാം ഒരിക്കല് ശിഷ്യന്മാരോട് പറഞ്ഞു. ഷാഫി ഇമാം ഇങ്ങനെ ഖുർആനും ഹദീസൊക്കെ എഴുതാൻ വേണ്ടി കുറച്ച് ഫലകങ്ങൾ റൂമിൽ കൊണ്ടുവച്ചു. അന്ന് ആ റൂമിൽ കിടന്നില്ല, അപ്പുറത്ത് റൂം പോയി കിടന്നു. ശിഷ്യന്മാരിങ്ങനെ കുശാഗ്ര ബുദ്ധിയുള്ള ആളുകളല്ല, അവരിങ്ങനെ ചോദിക്കും ഓരോന്ന്. പിറ്റേന്ന് ഷാഫി ഇമാമിനോട് ചോദിച്ചു, ഉസ്താദ് എന്ന് റൂം മാറാൻ കാരണം എന്തേ ആ റൂം കിടക്കാൻ എന്ന് വെച്ചാൽ അത് അവിടെ കുറെ ഖുർആനും ഹദീസൊക്കെ എഴുതാൻ ഉദ്ദേശിച്ച ഫലകങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിനെ ബഹുമാനിച്ചാണെന്ന് പറഞ്ഞു. എഴുതാൻ ഉദ്ദേശിച്ച ഫലകങ്ങൾ ബഹുമാനിക്ക്, എഴുതിയാലല്ലേ ബഹുമാനിക്കേണ്ടേ ഉള്ളൂ. അതിന് ഉമ്പൻ എന്തിനപ്പോ ബഹുമാനം എന്ന് വെച്ച് അത് ഖുർആനിലുണ്ട്. എഴുതേണ്ട ആവശ്യമില്ല, ഉമ്പനെ ബഹുമാനിക്കാന്ന് ഖുർആനിലുണ്ട്. ഇവര് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ എല്ലാരും കൂടി നിന്നിട്ട് പലവട്ടം നോക്കിയിട്ട് ഓല് തെളിവുണ്ടില്ല. അവസാനം അവര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഖുർആനിൽ എവിടെയാണ് ഇപ്പൊ അതിനെ അങ്ങനെ തെളിവെന്ന് വെച്ചു. നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾ ഫുള്ള് നോക്കി. അങ്ങനെ എഴുതുന്നതിന് മുമ്പ് എന്നെ ബഹുമാനിക്കണമെന്ന് എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ചോദിച്ചു, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തൂരിസീന മലന്റെ അടുത്തേക്ക് വന്നപ്പോ അവിടെ കേറുന്നതിന് മുമ്പ് അള്ളാഹ് ഫഹ്ല നഅലൈക 2 ചെരുപ്പ് ഊരി വെച്ചോളി എന്ന് പറഞ്ഞില്ലേ? അതാ തെളിവെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ച് അതാ മലനെ ബഹുമാനിച്ചിട്ടാ പറഞ്ഞ. അവിടെ തൗറാത്ത് വരാൻ പോണ്ട്, വന്നിട്ടില്ല. അള്ളാന്റെ കലാമ് ഇറങ്ങാൻ പോണ്ട്, ഇറങ്ങിയിട്ടില്ല. അതിന് ഉമ്മനെ മലനെ ബഹുമാനിക്കണം എന്നാ പറഞ്ഞ്. അതുപോലെ അള്ളാന്റെ കലാമും ഹദീസൊക്കെ എഴുതാൻ പോണ്ട്, എഴുതിയിട്ടില്ല. നേരത്തെ തന്നെ ബഹുമാനിക്കുന്നതിന് കിട്ടുന്നായിരുന്നു. എന്താണ് ആ ബുദ്ധി? എന്താണ് ആ ബുദ്ധി നോക്കാൻ നിങ്ങള്? ഖുർആനിൽ ഹകീം. ഫിഖ് ഇല്ലെങ്കിൽ തോറ്റുപോകട്ടോ. ഈ കളിയൊന്നുമല്ല. ഫിഖ് ഇല്ലെങ്കിൽ തോറ്റുപോകും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിൽ ജുമുഅ ഉച്ച സമയത്ത് 2 റക്അത്താണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഓൽക്ക് 1000 പള്ളി ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ 1000 പേരാണെങ്കിൽ 1000 പേരെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങളല്ല, സോഷ്യൽ മീഡിയയിൽ പലരും കേൾക്കുന്നുണ്ട്. എന്റെ ഒരു വെല്ലുവിളിയാണ്. ഖുർആൻ അടിസ്ഥാനത്തിൽ ജുമുഅ ഉച്ചക്ക് 2 റക്അത്താണ് എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഓൽക്ക് 1000 വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഖുർആനിൽ ആയത്തുണ്ടോ? ഖുർആനിൽ എന്താ ഉള്ളത്? യായ്യുല്ലദീന ആമനൂ ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. ജുമുഅ ദിവസം വാങ്ക് കൊടുക്കപ്പെട്ട പെട്ടെന്ന് പള്ളിക്ക് വരണം. അത് ഉച്ചക്കാരാന്ന് ആര് പറഞ്ഞു? 2 റക്അത്താന്ന് ആര് പറഞ്ഞു? ആ ഖുർആൻ മാത്രം അവലംബിച്ചപ്പെട്ടു പോവില്ലേ? അതാണ്. അത് മഹാന്മാരുടെ ഒരു വ്യവസ്ഥ ഉണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹു. അങ്ങനെയല്ല പ്ലാസ്റ്റിക് സർജറി ഒന്നും. ഇനിയിപ്പോ AI യുഗാണ്. നമ്മളോട് നിങ്ങൾ മസല വെച്ച് നോക്കാണ്, എന്തിനും മറുപടി അറിയും. എന്നാ അതൊരു ക്രിസ്ത്യൻ പാതിരിയോട് വെച്ച് നോക്കാണ്, മിണ്ടാൻ കഴിയില്ല. കാരണം ബൈബിളിൽ ഉണ്ടാവില്ല. അതല്ലേ നമ്മളെ പ്രത്യേകത.
കാലം എത്ര പുരോഗമിച്ചാലും പ്രശ്നങ്ങൾ എത്ര വന്നാലും അതെത്ര സങ്കീർണമായാലും ഇസ്ലാമിക പണ്ഡിതനോട് മസ്അല ചോദിച്ചാൽ അതിന് എന്താണ് ഇസ്ലാമിലുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മറുപടിയാണ് പറയുന്നത്. കാരണം എന്താ? ഖിയാമത്ത് നാള് വരെ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കിതാബിൽ മറുപടിയുണ്ട്. സയാമസ് ഇരട്ട ലോകത്ത് വന്നത് ഞാൻ നാളുകളോട് പറഞ്ഞു 60 കൊല്ലമായിട്ടുള്ളൂ. അതിന് മറുപടി 1000 കൊല്ലമുള്ള കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. സയാമിസ് ഇരട്ട ലോകത്ത് വന്നിട്ട് 60 കൊല്ലമായിട്ടുള്ളൂ. അതിന് മറുപടി 1000 കൊല്ലമുള്ള കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഇവർക്ക് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു? അത് അള്ളാഹ് തലച്ചോർക്ക് ഇട്ട് കൊടുക്കണാണ്. ഒരാണ് പെട്ടെന്നാണ്ട് പെണ്ണായി, എന്താട്ടാ? അതിന് മസലുണ്ട്. ഉദയത്തിന് നേർച്ച നമ്മളെ ഉദ്ദേശിച്ച മൃഗം നമ്മളവിടെ പോയപ്പോഴേക്ക് ആനായി മാറി, എന്താട്ട? സംഗതി ലോകത്ത് നടന്നിക്കണമെന്നല്ല, അതിന് വരെ മസലകൾ ഉണ്ട് എന്ന്. ആക്സിഡന്റ് വന്നപ്പോ മനുഷ്യന്റെ ശരീരം മുഴുവനും ചിന്നിച്ചിന്തറി. അപ്പൊ എന്റെ ഒരാളെ മൂക്കൊക്കെ പോയി. ആണും പെണ്ണൊക്കെ കലർന്ന വണ്ടിയായിരുന്നു. പിന്നെ തിരിച്ചിട്ടപ്പോ ഓരോരുത്തരും മൂക്ക് ആണ്ടുകൊണ്ട് ഫിറ്റ് ചെയ്തപ്പോ മാറി. അദ്രാമാന് കിട്ടിയ ജമീലാന്റെ മൂക്ക. എന്നാ അയിമ തൊട്ടോ ഒന്നും മുറിയല്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ചോക്കണം, ഞാൻ മറുപടി പറഞ്ഞുതരാം. എന്താണ് ദീന് നമ്മൾ മനസ്സിലാക്കിയത്? ഇതിന്റെ ഒക്കെ ഉത്ഭവം ഖുർആനാണ്. വൽ ഖുർആനിൽ ഹകീം. ഫിഖ് ഖുർആന്റെ എതിരല്ല, ഖുർആന്റെ പുറത്തല്ല, അത് ഖുർആനാണ്. പക്ഷെ അത് തപ്പിയെടുക്കാൻ ആൺകുട്ടികൾ ഉണ്ടാവും. അവര് തപ്പിയെടുത്തിട്ട് വളരെ കൃത്യമായിട്ട് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ ഖുർആനിൽ ഹകീം. വളരെ വലിയ അർത്ഥഗാംഭീര്യമുള്ള ഒരു ചെറിയ 2 കലിമത്താണ് സത്യം ചെയ്യാൻ ഉപയോഗിച്ചത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. അതാണ് ഇത്രയും ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നക ലമിനൽ മുർസലീൻ. അതിലേക്ക് നമുക്ക് പോകാം. ഇതിനൊന്നും കൂടി വിശദീകരിക്കേണ്ട സമയമില്ല, അതുകൊണ്ടാണ്. വൽ ഖുർആനിൽ ഹകീം തന്നെ 30 ദിവസം പറഞ്ഞാലും തീരൂല. വൽ ഖുർആൻ നിങ്ങൾ 30 ദിവസം എനിക്ക് സമയം തരികയാണെങ്കിൽ വൽ ഖുർആനിൽ ഹകീം മാത്രം വിശദീകരിക്കും. ഇതാണ് ഖുർആന്. لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. കടൽ മുഴുവനും മഷിയായാലും, ലോകത്തുള്ള പേനകൾ മുഴുവനും വൃക്ഷമായാലും, ആ വൃക്ഷങ്ങൾ മുഴുവനും പേനയായാലും, ആ 2 ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആൻ മുഴുവനല്ല, അതിന്റെ ഒരു സെന്റൻസിന്റെ കീഴിലുള്ള ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ തീരുമാനിച്ചാൽ കടൽ വറ്റുക എന്നല്ലാതെ ഖുർആൻ ഒരാൾക്കും പറ്റൂല. അതാണ് ഖുർആൻ. അതിലെല്ലാം ഉണ്ട്, എല്ലാ തത്വങ്ങളും അള്ളാഹു ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന്റെ പ്രകാശ ജ്വാലയിലേക്ക് നമ്മുടെ ഹൃദയ കവാടം അള്ളാഹു തുറന്നേറ്റ് അതിന്റെ പ്രകാശങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ആ രാജകീയ തൗഹീദിന്റെ പാതയിൽ പതറാതെ പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ സദസ്സിൽ രാവിലെ തന്നെ വന്നിരുന്ന് ഖുർആൻ കേൾക്കുന്ന ഒരാളെയും ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തല്ല അള്ളാഹ്. പരീക്ഷണങ്ങൾ ഉണ്ടാവും. എന്താ വെച്ചാൽ പരീക്ഷണാലയമാണ് ദുനിയാവ്, അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാവും. ചെറിയവർക്കുണ്ടാവും, വലിയവർക്കുണ്ടാവും, തൊഴിലാളികൾക്കുണ്ടാവും, മലയാളിമാർക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ട്രംപിന് എന്തൊരു പരീക്ഷണമുള്ളത്. കാരണം കുടുങ്ങി, പൊട്ട് നിർത്താനും പറ്റണില്ല. ആകെ എലി കൂട്ട് കുടുങ്ങി വരിക. എന്നാ ഭയങ്കര വീമ്പ് ഇളക്കണുണ്ട്. അപ്പൊ ഓരോന്ന് പൊട്ടുമ്പോ അതിനേക്കാൾ അപ്പുറത്ത് ടെൻഷനും. അപ്പൊ അയാളല്ലേ ഇപ്പോ ലോകത്ത് എല്ലാരും ഭരിക്കണ ആളായിട്ട് നിൽക്കണ്. എന്താ ചാവാത്തെന്ന് അല്ലാഹു പോലെ അത്രയും ടെൻഷൻ ഉണ്ടാവും. അമ്മനെ ആർക്ക് ദുന്യാവിന്റെ ഒരു അവസ്ഥ ആണ്. ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. എന്നാ ഇറാന് ടെൻഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കാരണം ഇതൊക്കെ അങ്ങോട്ട് ഒതുങ്ങും. ദുഃഖപ്പോ എപ്പോഴും എല്ലാവർക്കും എല്ലാ ശേഷി ഉണ്ടാവില്ലല്ലോ. ഒക്കെ കത്തി തീരൂലേ? ആർക്കും അവിടെ ടെൻഷൻ ഇല്ലാത്തത്? ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഭയങ്കര ടെൻഷനിലല്ലേ? കാരണം എന്താ സംഭവിക്കുക, 4-ാം തീയതി എന്താ സംഭവിക്കുക, എല്ലാവർക്കും ടെൻഷൻ തന്നെ ആയിരിക്കും. എന്നാലും ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിനോട് പറഞ്ഞ പ്രത്യേകം തുറക്കണട്ടോ ഒന്നും പറയാൻ പറ്റൂല. അയാള് ജയിക്കുന്ന എല്ലാവർക്കും ഉറപ്പാണ്. അയാള് ജയിക്കുന്ന എല്ലാവർക്കും ഉറപ്പാണ്. മൂപ്പര എന്നോട് പറഞ്ഞു പ്രത്യേകം തുറക്കണമെന്നും പറയാൻ പറ്റൂല. അപ്പൊ അതെല്ലാരും ബേജാറില്ല. ദുന്യാവിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കവിടെ ഓരോരുത്തർക്കും ഓരോ കോലത്തിൽ. ഇപ്പൊ മാമുട്ടിയൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ട്, ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതങ്ങനെ ഒരു ഐറ്റം വേറെ. എനിക്ക് എന്റേതായ ടെൻഷൻ ഉണ്ടാവും. പലർക്കും പല രൂപത്തിലുള്ള ടെൻഷനല്ലേ? നാളെ ഒരാൾ എന്റെ റൂമിൽ എന്നാണ് പറഞ്ഞ 17 ഗുളിക ഞാൻ കുടിക്കേണ്ടത്, ഇത് മുഴുവനും എന്റെ ഭാര്യയെ കൊണ്ട് കുടിക്കണമെന്ന് പറയും.
കാരണം ഓളെ കൊണ്ട് ടെൻഷനായിട്ട് 17 ഗുളിക എന്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞാൽ എന്താ ചെയ്യണേ? അപ്പൊ ടെൻഷൻ പല പ്രശ്നങ്ങളുണ്ടാവും. ഖുർആൻ പറഞ്ഞാണ് വല നബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. അവിടെയാണ് ഈമാനുള്ള ആളുകൾ എല്ലാത്തിനെയും അതിജയിക്കും, എല്ലാം അടങ്ങും, തിര അടങ്ങും, കടല് ശാന്താകും, കരകടക്കും, സ്വർഗം ലഭിക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പടച്ചോനെ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആന്റെ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ തരണേ അല്ലാഹ്. മഅരിഫത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ആത്മാവിന്റെ റൂട്ട് മാപ്പ് നീ റെഡിയാക്കി തരണേ അല്ലാഹ്. തൗഹീദിന്റെ രാജപാതയിൽ ഗതാഗത ഗുരുക്കുണ്ടാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ലക്ഷ്യത്തിൽ താളം തെറ്റിക്കല്ല അല്ലാഹ്. സ്വർഗത്തിലേക്ക് ഇടറാതെ പോകാനുള്ള വഴികൾ തുറന്നു തരണേ അല്ലാഹ്. ഈമാന് മൂർച്ച കൂട്ടണേ അല്ലാഹ്. അത് നിലനിർത്തണേ അല്ലാഹ്. അതിലായി ചിരിച്ച് മരിപ്പിക്കണേ അല്ലാഹ്. സദസ്സിൽ കച്ചവടക്കാർ, അലിമീങ്ങൾ, മുത്തലിമീങ്ങൾ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കടലിലും കരയിലും പാവങ്ങളായ കീഴിലുള്ളവരെയും കുടുംബക്കാരെയും പോറ്റാൻ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോ വേർപ്പിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഓരോ ഫിലിസിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പ്രവാസികളെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ആക്സിഡന്റിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, മക്ക മദീനകളിൽ പോകുന്നവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെയും പലവട്ടം നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه يا رب العالمين. واغفر لنا يا غفار وانصرنا يا نصير وسلمنا يا سلام وهب لنا يا وهاب وافتح لنا يا فتاح واغفر لنا يا غفار وارحمنا يا رحمن واغفر لنا ولوالدينا ولمن دفنوا حوالينا ولمن اجتمعوا معنا في المجالس خاصة في هذا المجلس. واغفر لمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة وللحجاج وللعمال ولمن استغفروا لهم ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. ബോക്കറാക്കാന്റെ മകനായിട്ട് ചായം ചെയ്യുന്നുണ്ട്. എന്താ കാര്യങ്ങൾ പറഞ്ഞു? ഒരമ്മ ഖബറിലാണ്. അല്ലാഹു തആല ഉമ്മക്ക് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, സ്വർഗ്ഗമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ചായം ചെയ്യുന്നേയും കബൂലാക്കട്ടെ. സ്വർഗീയ ഭക്ഷണം കുടുംബസമേതം കഴിക്കാൻ അവർക്ക് നമുക്ക് അവസരം തരട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.